ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. ഈ ശബ്ദരേഖയിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു എന്ന ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ഈ മിനിറ്റിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. ശബ്ദരേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയെന്ന് അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന ബിഗ് ബ്രേക്കിംഗ് വാർത്ത എത്തുന്നു. രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുത്തത് പബ്ലിക് ഡൊമൈനിൽ നിന്നായിരുന്നു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നുറപ്പിക്കുന്നു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഡബ്ബിംഗ് AI സാധ്യതകൾ പൂർണ്ണമായും തള്ളാമെന്ന നിഗമനം. ബാക്കിയുള്ള ശബ്ദരേഖകളുടെ പരിശോധന ഉടൻ പൂർത്തിയാകും. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പരിശോധന തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ കേട്ട ശബ്ദരേഖ അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത് തന്നെയാണ്. ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ കൊല്ലാൻ എനിക്ക് മിനിറ്റുകൾ മാത്രം മതിയെന്ന് പറയുന്ന, ആ ഗർഭചിത്രം നടത്തണമെന്ന് നിർബന്ധിക്കുന്ന ആ ശബ്ദരേഖ അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതാണ് എന്ന് ഈ മിനിറ്റിൽ ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനസയുണ്ട്. മാനസ, ശാസ്ത്രീയമായി ഉറപ്പിച്ചിരിക്കുന്നു അന്വേഷണ സംഘം. നമ്മൾ കേട്ട ആ കേരളത്തെ ഞെട്ടിച്ച ശബ്ദരേഖകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത് തന്നെയാണ് എന്ന്. തീർച്ചയായും അത് തന്നെയാണ് മനു ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാനുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. ശബ്ദരേഖ രാഹുലിൻ്റേത് തന്നെയാണ് എന്നുള്ളത്. തുടക്കം മുതലേ രാഹുൽ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കാതെ രംഗത്തെത്തുമ്പോൾ തന്നെ അത് രാഹുലിൻ്റെ ശബ്ദ സന്ദേശമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് എന്നത് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. എങ്കിൽ കൂടിയും അതിൻ്റെ ശാസ്ത്രീയ പരിശോധന വേണ്ട അനിവാര്യമായിരുന്നു. അത് നടത്തിയപ്പോഴും ആ ശബ്ദരേഖ രാഹുലിൻ്റെതും അതോടൊപ്പം തന്നെ അതിജീവിതയുടേതും തന്നെയാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയാണ്. ഈ ശബ്ദരേഖകളിൽ പകുതിയോളവും ഈ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. ആ പകുതിയോളത്തിൻ്റെയും റിപ്പോർട്ട് എന്ന് പറയുന്നത് രാഹുലിൻ്റെ ശബ്ദരേഖ തന്നെയാണ് എന്ന് തന്നെയാണ്. രാഹുലിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്ത പബ്ലിക് ഡൊമൈനിൽ നിന്നാണ്. ഒപ്പം തന്നെയാണ് ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. ഒപ്പം ഡബ്ബിംഗ് AI സാധ്യതകൾ പൂർണ്ണമായും തള്ളാമെന്നും നിഗമനമുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ നിഷേധിക്കാതിരുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം നമ്മൾ എത്രയോ വട്ടം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ രാഹുലിനോട് ചോദിച്ചിരുന്നല്ലോ, ഈ ശബ്ദരേഖ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഈ ശബ്ദരേഖ നിങ്ങളുടേതല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് നമ്മൾ എത്രയോ വട്ടം ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും അതിന് രാഹുൽ മാങ്കൂട്ടം മെനക്കെട്ടിരുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ വലിയ ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തൻ്റേതാണ് എന്ന ബോധ്യം രാഹുലിന് ആ നിമിഷം മുതൽ ഉണ്ടായിരുന്നു. അയാൾക്കറിയാമായിരുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നതെന്ന്. അതുകൊണ്ടാണ് അത് നിഷേധിക്കാതിരുന്നത്. ഒപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇയാൾ ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്നാണല്ലോ മുൻകൂർ ജാമ്യ ഹർജിയിൽ അയാൾ പറഞ്ഞത്. അപ്പോൾ സത്യം ഒരിക്കൽ കൂടി ശാസ്ത്രീയമായി ഉറപ്പിക്കുകയാണ് നമ്മൾ കേട്ട ശബ്ദരേഖകൾ മാങ്കൂട്ടത്തിൻ്റെ തന്നെയാണെന്നതിലൂടെ. തീർച്ചയായും അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഇത് തൻ്റേതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാനമായും പറയേണ്ടത്. കാരണം ഇതൊരു കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുലിന് തന്നെ അറിയാമായിരുന്നു തൻ്റെ ശബ്ദ സന്ദേശമാണ് ഇത് തനിക്കെതിരെ തിരിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലായത്. എങ്കിൽ കൂടിയും അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ശബ്ദ സന്ദേശങ്ങളും ശബ്ദരേഖകളൊക്കെയും തന്നെ ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു നീക്കമാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ചത്. അതിൽ പകുതിയോളം ശബ്ദവും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും ഈ ശബ്ദരേഖകളൊക്കെയും തന്നെ രാഹുലിൻ്റെതാണ് എന്ന് തന്നെയാണ്. നമുക്കറിയാം എത്രത്തോളം കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിൽ, അതായത് യുവതിയെ കൊന്നുകളയാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി, ഒപ്പം ഈ ഭ്രൂണഹത്യ നടത്താനായുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെ ആ ഓഡിയോ സന്ദേശത്തിൽ പുറത്തു വന്നതാണ്. ഇതൊക്കെയും തന്നെ രാഹുൽ തന്നെ പറഞ്ഞതാണ് എന്ന് കൂടി സ്ഥിരീകരിക്കുന്ന ഒരു ശാസ്ത്രീയ സ്ഥിരീകരണം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. താൻ യുവതിയുമായി അടുക്കുകയും ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് ശാരീരിക ബന്ധത്തിലേക്ക് വരെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ തന്നെ ജാമ്യ ഹർജിയിൽ ഉന്നയിക്കുമ്പോൾ അപ്പോൾ ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെയും തന്നെ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് തന്നെ പറയാതെ പറയുന്ന ഒരു സ്ഥിതി തന്നെയാണ് രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു സ്ഥിരീകരണം, അതായത് ശാസ്ത്രീയമായ സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. ഇതോടുകൂടി
രാഹുലിന് ഒന്നുകൂടി ഈ രാഹുലിനെതിരെയുള്ള തെളിവുകളൊക്കെയും തന്നെ യുവതിയുടെ മൊഴി, അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകൾ, CCTV ദൃശ്യങ്ങൾ, അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശബ്ദരേഖ ശാസ്ത്രീയമായി പരിശോധിച്ചത്. അതിലും രാഹുലിനെതിരെ തിരിയുന്ന ശക്തമായ ഒരു തെളിവാണ് എന്നുള്ളത് തന്നെയാണ്. മറ്റന്നാളാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജാമ്യ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതൊക്കെയും തന്നെ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു രീതിയിലേക്ക് വരെ പോകും എന്നുള്ളതും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും ഈ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി ബാക്കിയുള്ള ശബ്ദരേഖ, അതായത് കുറച്ച് ശബ്ദരേഖകൾ കൂടി ബാക്കി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ പരിശോധനയും തുടരുകയാണ്. ഒരുപക്ഷെ ഇത്രയും പകുതിയോളം ശബ്ദവും രാഹുലിൻ്റെതായ ഒരു സാഹചര്യത്തിൽ ആ ശബ്ദരേഖകളും രാഹുലിൻ്റെതാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളായിരിക്കും അല്ലെങ്കിൽ ഫലം തന്നെയായിരിക്കും പുറത്തു വരിക എന്നുള്ളതിലും സംശയമില്ല. മനു.